ഈ വീഡിയോ എങ്ങനെ ചെയ്യാൻ നോക്കിയാലോ. ആദ്യമായിട്ട് വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലെയറിലോട്ട് മൊക്കായി ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം ട്രാക്ക് ചെയ്യാനാണ്. മൊക്കായി ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നേരിട്ട് റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് ട്രാക്ക് മാസ്ക് ഓപ്ഷൻ കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ എന്ത് കൊടുത്തു, ഇവിടെയുള്ള ഈ റൗണ്ട് ഷേപ്പ് സെലക്ട് ചെയ്തിട്ട് ഇതിന് പാകത്തിൽ ഒരു റൗണ്ട് വരച്ചു കൊടുത്തു. ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ പെർസ്പെക്റ്റീവ് ടേബിൾ ഓൺ ആക്കിയിട്ട് ഞാൻ ട്രാക്ക് ഓൺ ആക്കുകയാണ്. ഇപ്പോൾ നിങ്ങളിവിടെ ട്രാക്ക് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ട്രാക്ക് ആയത് ഞാൻ സേവ് കൊടുത്തു, ഓഫാക്കി. ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ മാറ്റിൽ പോയിട്ട് എന്താക്കുക, അപ്ലൈ മാറ്റ് കൊടുക്കുക. അപ്പോൾ എന്തായി, ഇപ്പോൾ നമ്മൾ ട്രാക്ക് ചെയ്ത സാധനം മാത്രം കണ്ട്, ഇപ്പോൾ ട്രാക്ക് ചെയ്ത ആ റിമ്മ് മാത്രം കണ്ടു. ഇനി നമുക്ക് ഒരു ലെയറും കൂടെ വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കൺട്രോൾ ഡി നിൽക്കിയിട്ട്, അവിടെ അല്ല, ഇവിടെ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ഡി നിൽക്കിയിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി. എന്നിട്ട് മുകളിലത്തെ ലെയർ എന്ത് ചെയ്തു, മുകളിലത്തെ ലെയറിൽ പോയിട്ട് ഈ മാറ്റുകളിൽ ഈ അപ്ലൈ മാറ്റ് ഉണ്ടല്ലോ, ഇത് ഇൻവേർട്ട് മാസ്ക് കൊടുത്ത്. അപ്പോൾ എന്തായി, മാസ്ക് ഇൻവേർട്ടായി. ഞാൻ റൗണ്ട് ഷേപ്പ് എന്താവും, ബ്ലാക്ക് ആയിട്ട് നിൽക്കും, കണ്ടോ. ഓക്കെ, ഇനി ഈ റിമ്മാണ്, നമ്മൾ റിമ്മ് മനസ്സിലാവാൻ പർപ്പിൾ കളർ കൊടുക്കുക. ഈ റിമ്മാണ് ഇനി എന്താ വേണ്ടി അറിയോ, കറങ്ങിയിട്ട് വരുന്ന ഒരു ആനിമേഷൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി. അപ്പോൾ ആദ്യമായിട്ട് ഇതിലോട്ട് പി നിൽക്കി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ ഓണായി. ഇനി അതിൻ്റെ കൂടെ തന്നെ ഷിഫ്റ്റ് 6 നിൽക്കാം. അപ്പോൾ എന്തായി, റൊട്ടേഷൻ കൂടി ആഡ് ആയി. ഷിഫ്റ്റ് 6 നിൽക്കണേ, അല്ലാന്നുണ്ടെങ്കിൽ 6 മാത്രമായി വരും. 6 എന്നുള്ള ലെറ്റർ മാത്രം നിൽക്കിയാൽ 6 മാത്രം വരും. പി നിൽക്കിയാൽ വെറും പൊസിഷൻ മാത്രമേ കാണുള്ളൂ. ഇനി വെറും 6 മാത്രം നിൽക്കുന്നുണ്ട്, അപ്പോൾ റൊട്ടേഷൻ മാത്രമേ കാണുള്ളൂ. അപ്പോൾ അത് രണ്ടും കൂടി വരാനാണ് ഏതെങ്കിലും ഒന്ന് ആദ്യം നിൽക്കിയതിന് ശേഷം പിന്നെ ഷിഫ്റ്റ് കൂട്ടിയിട്ട് നമുക്ക് പിന്നീട് നിൽക്കാനുള്ള സാധനം നിൽക്കാം. ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുകയെന്ന് വെച്ചാൽ ആദ്യം പൊസിഷൻ നിൽക്കി, പിന്നീട് എന്താക്കി, ഷിഫ്റ്റ് 6 നിൽക്കിയിട്ട് റൊട്ടേഷനും നിൽക്കി. ഓക്കെ, ഇനി നമുക്ക് ഈ ആനിമേഷൻ വരുന്നല്ലോ, അതിനായിട്ട് ഈ പൊസിഷനും റൊട്ടേഷനും എന്ത് ചെയ്യുക, ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഇവിടേക്ക് വലിച്ചിടാം. ഇപ്പോൾ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതിൻ്റെ പൊസിഷൻ എന്ത് ചെയ്തു കണ്ടാ, കുറച്ച് പിന്നിലോട്ട് ഇട്ടു. പിന്നെ കൂടെ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ റൊട്ടേഷൻ ഉണ്ടല്ലോ, ഒരു -90 ഡിഗ്രിയും കൊടുത്തു. ഇപ്പോൾ ഈ ഒരു സംഭവം കറങ്ങുന്നതാണ്, നിങ്ങൾ ഇപ്പോൾ പിന്നിൽ കറങ്ങുന്നുണ്ട്. ഇനി കറങ്ങണമെന്ന് കാണുന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കിയാമേ, കണ്ടാ കറങ്ങുന്നുണ്ട്. മൈനസ് കുറച്ചൊന്ന് കൂട്ടി കൊടുത്താൽ മതി, കണ്ടോ. അപ്പോൾ കറക്കം കൂടില്ലേ. അപ്പോൾ ഇനി ഇവിടെ ഒന്ന് ഓണാക്കി കൊടുക്കാം. നമുക്കിതിൻ്റെ ഒരു ഡ്യൂറേഷൻ കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ പൊസിഷൻ ഒന്നുകൂടെ കുറച്ചൊന്ന് അകലെ പാലിച്ചാൽ മതി. ഇപ്പോൾ ഇത് സ്മൂത്തായിട്ടാണ് വന്നത്. ഇനി ഒന്നും കൂടി സ്മൂത്താക്കാൻ നമുക്ക് F9 നോക്കിയിട്ട് ഈസി ചെയ്യാം. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഷോ എഡിറ്റ് സ്പീഡ് ഗ്രാഫാണ് ചെയ്യുന്നതെന്നും കൂടെ നോക്കണം കേട്ടോ. ഓക്കെ, ഇത് പ്ലേ ചെയ്ത് വയ്ക്കാമല്ലോ, കണ്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.